നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 സെപ്റ്റംബർ മാസത്തെ മകം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൻ്റെ ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന സൂര്യ സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ യോഗമുണ്ടെങ്കിലും 12 വ്യാഴമാണ്. കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോകുന്നൊരു അവസ്ഥാകാര്യം ഉണ്ട്. പക്ഷേ സർവാഭിഷ സ്ഥാനത്ത് ഭാഗ്യാധിപതി നിൽക്കുന്നത് കാരണം കൊണ്ട് ഭാഗ്യങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട്. ലഗ്നാധിപതി ബലവാനാണ്. അതേപോലെ സഹായ സ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായിട്ടാണ് ശുക്രൻ നിൽക്കുന്നത്. അത് കാരണം കൊണ്ട് നല്ല സഹായങ്ങൾ എവിടെ ചെന്നാലും കിട്ടാനായിട്ട് യോഗമുണ്ട്. പക്ഷേ 12ാം വ്യാഴം എന്ന് പറയുമ്പോൾ കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോകും. വീട് വിട്ട് അന്യദേശത്ത് ധനകാരകനായിരിക്കുന്ന വ്യാഴം 12ൽ നിൽക്കുന്നത് കൊണ്ട് വീട് വിട്ട് അന്യദേശത്ത് പ്രവൃത്തി എടുക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. പക്ഷേ സ്വന്തം നാട്ടിൽ തന്നെ നിന്ന് പ്രവൃത്തി എടുക്കുന്നവരെ സംബന്ധിച്ച് പൂർവ്വജന്മ ദുരിതം എന്ന് പറയുന്ന ഒരു അവസ്ഥയോട് കൂടിയിട്ട് വ്യാഴം 12 നിൽക്കുന്ന കാരണം കൊണ്ട് കുറച്ച് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന പ്രതിഫലം കിട്ടാതിരിക്കുന്ന രീതിയിലുള്ള അവസ്ഥ കാര്യങ്ങൾക്കും യോഗമാണ്. കാരണം 7ാം ഭാവത്തിൽ രാഹുവാണ്, ലഗ്നത്തിൽ ഘടകാരകനായിരിക്കുന്ന കേതുവാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക, ഇടയ്ക്കിടയ്ക്ക് തലവേദന, അതുപോലെ തന്നെ എന്ത് കാര്യങ്ങൾക്ക് ഇറങ്ങിയാലും ആദ്യം ഒരു തടസ്സം വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ മാസത്തിൽ യോഗമാണ്. അത് മാത്രമല്ല 7ാം ഭാവാധിപതി അഷ്ടമത്തിൽ. അപ്പോൾ ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾക്ക് യോഗമുണ്ട്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ മാനസികമായ അകൽച്ച ഉണ്ടാകുകയോ അല്ലെങ്കിൽ ഒരാൾക്ക് രണ്ടിലൊരാൾക്കുണ്ടാകുന്ന രോഗാവസ്ഥ കൊണ്ടുള്ള മാനസിക ടെൻഷൻ അനുഭവിക്കാനായിട്ട് വരികയോ ചെയ്യണം. പിന്നെ എന്തിനിറങ്ങിയാലും എന്ത് പ്രവൃത്തി ചിന്തിച്ച് അതിന് വേണ്ടിയിട്ട് ഒരു ഡേറ്റൊക്കെ പ്ലാൻ ചെയ്താലും ആ ദിവസം വരുമ്പോൾ അതിന് സാധിക്കാതെ അതിന് മുടക്കം വരുന്നൊരവസ്ഥയാണ്. 7ാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന നടുവയറ് സംബന്ധമായിട്ടോ നടുവേദന പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പം നാഗപൂജയും നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതുപൂജയും ചെയ്യണം. അതേപോലെ തന്നെ അഷ്ടമത്തിലെ ശനിയാണ്. അഷ്ടമത്തിലെ ശനി നിൽക്കുന്ന സമയത്ത് ഒരു രോഗം വന്ന് അത് മാറിക്കഴിയുമ്പോഴത്തേക്കും കുറച്ച് സ്വസ്ഥമാകുമ്പോഴത്തേക്ക് അടുത്ത രോഗം വരും. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് അത് ഒന്ന് സോൾവ് ആക്കി കഴിഞ്ഞ് മനസ്സമാധാനത്തോടെ ഇരിക്കുമ്പോൾ അടുത്ത പ്രശ്നം വരും. അപ്പോൾ മൊത്തത്തിൽ മാനസികമായിട്ടുള്ള ടെൻഷനും അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് രോഗാവസ്ഥ ഉണ്ടാകുകയൊക്കെ ചെയ്യുന്ന കാരണം മൊത്തത്തിലൊരു സ്വസ്ഥതക്കുറവ് എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാകും. കാരണം ഈ ശത്രു സ്ഥാനാധിപതിയാണ് ലഗ്നത്തിൻ്റെ രക്ഷാസ്ഥാനത്ത് നിൽക്കുന്ന ബുധനെ ദൃഷ്ടി ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ബുധൻ അവിടെ സ്വക്ഷേത്ര ബലവാനാണ്, ലാഭാധിപതിയും ധനാധിപതിയും ആണെങ്കിലും ശത്രു സ്ഥാനാധിപതിയായിരിക്കുന്ന ശനിയുടെ ദൃഷ്ടി വരുന്നത് കൊണ്ട് അഷ്ടമത്തിൽ നിന്നിട്ടാണ് ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള വരുമാനം ഉണ്ടാകുമെങ്കിൽ പോലും അതിന് ബ്ലോക്ക് വരുന്നൊരവസ്ഥയാണ് ആ ശനിയുടെ ദൃഷ്ടി. അതേപോലെ ലാഭസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വയും. അപ്പോൾ കുടുംബ സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗം ഉണ്ടെങ്കിൽ പോലും 4ാം ഭാവാധിപതി ബാധകാധിപതിയായിട്ട് സർവാഭിഷസ്ഥാനിരിക്കുന്നതിനും കുടുംബക്ഷേത്രത്തിലേക്ക് ചെയ്യേണ്ട വഴിപാടൊക്കെ മുടങ്ങിപ്പോയത് കൊണ്ടുള്ള ദോഷഫലങ്ങളുടേതായിരിക്കുന്ന പരിഹാരം കൂടി ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക, വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴപ്പഴവിനുള്ള പരിഹാരം ചെയ്യുകയും നാഗപൂജ ചെയ്യുകയും ശനീശ്വര നീരാഞ്ജനം വഴിപാട് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ തടസ്സമില്ലാതെ അനുകൂലമായ ഗുണഫലങ്ങൾ ഈ മാസത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.